ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഒരു ഹെയർ പാക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മുടെ ഒരു ഹെയർസ് ഒക്കെ നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയർസ് ആവാനും നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് ഞാൻ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെമ്പരത്തി പറിച്ചെടുക്കാം. അപ്പോൾ ചെമ്പരത്തിയുടെ ഇല നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കുക. അതേ ഒരു 10-20 ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇല നമുക്ക് മതിയാവും. പിന്നെ നമുക്കൊരു കുറച്ച് കറ്റാർവാഴയുടെ ഒരു താള് വേണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ നോക്കുക. ഇത്രയും നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് തലയിൽ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ തലമുടി ഫുള്ളും കണ്ടൊരു ചകിരി പോലെ കിടക്കും. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി ഒഴിച്ചാൽ മതി, ഒരുപാട് എനിക്ക് വരുന്ന ഇഷ്ടമല്ല. നമുക്ക് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഹെയറിൽ നമുക്ക് സ്കാൽപ്പിലും നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം രണ്ടിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് സ്കാൽപ്പിൽ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇത് താളിയായിട്ട് തന്നെ യൂസൊക്കെ ചെയ്യാം, പക്ഷേ താളിയായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ നേരം നമ്മൾ ഹെയറിൽ അങ്ങനെ വെക്കുന്നില്ലല്ലോ, പെട്ടെന്ന് നമ്മൾ കഴുകി കളയുക ചെയ്യുന്നത്. അപ്പം അതിനത്ര റിസൾട്ട് കിട്ടത്തില്ല. ഇതാകുമ്പോൾ നമ്മൾ സ്കാൽപ്പിലും കൂടെ തേച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും. നമുക്കിത് നമ്മളൊരു വീക്കിലി ഒരു 2 തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയറിനെ നമുക്ക് ഒരു വീട്ടിൽ വെച്ച് നമുക്ക് നാച്ചുറലായി തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ കണ്ടീഷണറൊക്കെ ഇടുന്ന പോലെ ഒരു എഫക്റ്റ് ആട്ടോ ഇതിന് കിട്ടുന്നത്. നമ്മൾ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഹെയറിലും കൂടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും നമ്മളിത് ഹെയറിൽ തന്നെ വെക്കാൻ നോക്കുക. അതിനുശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. നമ്മൾ അതിനകത്ത് ഷാമ്പൂ കാര്യം ഒന്നും ഇടണ്ട. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കണ്ടീഷണർ ഇട്ടൊരു ഫീലും കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് തലമുടിയൊക്കെ ഒന്ന് നമുക്ക് കെട്ടി വയ്ക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് വരെയാണ് ഞാൻ വിൽക്കുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ഡിഫറൻസ് കാണിച്ചു തരാവേ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ നമുക്ക് തലമുടി കെട്ടി വെക്കാം. ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഹെയറൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ എണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ എണ്ണമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഷാമ്പൂ ആണ് യൂസ് ചെയ്യാറ്, ഷാമ്പൂവും കണ്ടീഷണറും. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള റെമഡി ഉപയോഗിച്ചിട്ട് നമുക്ക് ഷാമ്പൂവിൻ്റെ അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് വേണ്ട വീട്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു സിൽക്കി ആയിട്ടുള്ള ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ ഒരുപാട് നല്ലതാട്ടോ. നമ്മളെപ്പോഴും ഷാമ്പൂ യൂസ് ചെയ്യുന്നതിലും നല്ലത് 1 വീക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.